Welcome to Zach Dreams. ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് വീട് കൂടലിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. വേറെ എവിടെയല്ല, പാപ്പളശ്ശേരിയാണ്. നമ്മുടെ ഷെഫീഖാൻ്റെ ഏട്ടൻ്റെ വീട് കൂടലാണ് കേട്ടോ. അപ്പോൾ അവിടേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് ദിവസമായില്ലേ വീഡിയോ ഒക്കെ ആയി വന്നിട്ട്. അപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച ആയിരുന്നു കേട്ടോ വീട് കൂടൽ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇടാൻ വൈകിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊക്കെ തന്നെയാണ് ആദ്യം പറയാനുള്ളത്. അപ്പോൾ ഇതാ ഞങ്ങൾ ടൗണിൽ കടയിൽ വന്നിട്ട് ചെറിയൊരു ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് കയറിയതാണ് കേട്ടോ. അപ്പോൾ വലിയ തരത്തിലുള്ള സാധനമൊന്നുമല്ല, ചെറിയൊരു അലമാരയാണ് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു അലമാരയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒതുങ്ങുന്ന തരത്തിലുള്ളത്. അപ്പോൾ അതൊക്കെ സെലക്ട് ചെയ്ത് അങ്ങനെ കുറേ നേരം അവിടെ നിന്നിട്ടുണ്ടായിരുന്നു വണ്ടി കാത്തിട്ട്. അപ്പം ഞായറാഴ്ചയാണ് നമ്മുടെ പരിപാടി. ശനിയാഴ്ച രാവിലെയാണ് കേട്ടോ ഞങ്ങൾ അങ്ങോട്ട് പോണത്. അപ്പോൾ വണ്ടിയൊക്കെ വന്ന് അലമാരയൊക്കെ വണ്ടി കയറ്റി നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പം ശനിയാഴ്ച രാവിലെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ വീഡിയോസോ കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് എടുത്തിട്ടില്ല. ഇപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ, ശനിയാഴ്ച വൈകുന്നേരം. അപ്പോൾ രാത്രി വീഡിയോ എടുത്താലാണല്ലോ ഈ ഒരു ലൈറ്റിൻ്റെ ഒക്കെ ഭംഗി കിട്ടുള്ളൂ. അപ്പോൾ അത് വിചാരിച്ചിട്ട് തന്നെ രാത്രി വരെ വെയിറ്റ് ചെയ്ത് നിന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ മെയിൻ റോഡിൻ്റെ അടുത്തൊരു വീടുണ്ട്. ആ വീടിൻ്റെ പുറകിലായിട്ടാണ് ഈ ഒരു വീട് വരുന്നത്. അപ്പോൾ കുറച്ചൊന്ന് നടക്കാൻ വേണ്ടിയിട്ടുണ്ട്. ശനിയാഴ്ച വൈകുന്നേരം മഗ്‌രിബിന് ശേഷമാണ് നമ്മുടെ തീ കത്തിക്കലും മൗലൂദും അതുപോലെ തന്നെ മജ്‌ലിസുന്നൂറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നത്. ഇനിയിപ്പം ചെറുതായിട്ട് വീടൊന്ന് പരിചയപ്പെടുത്തി തരാം. സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ നമ്മൾ കയറുന്നത് ഹാളിലേക്കാണ് കേട്ടോ. ഹാളിൻ്റെ ഒരു സൈഡിലായിട്ടാണ് ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ലിവിങ് റൂമും ഡൈനിങ് റൂമും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഉണ്ട് കേട്ടോ. ലിവിങ്ങിൻ്റെ ഒരു സൈഡിലായിട്ട് 2 റൂമുകളാണുള്ളത്. അപ്പോൾ അതിലൊരു റൂമാണ് ഇതിൻ്റെ മേൽഭാഗത്തും റൂമുകളിലൊക്കെ മേൽഭാഗത്തൊക്കെ LED ലൈറ്റുകളൊക്കെ ആയിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ആ ഒരു സൈഡ് ഭാഗത്ത് തന്നെയുള്ള രണ്ടാമത്തെ റൂമാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും വന്നതും കൊണ്ടുവന്നതും ഒക്കെ ആയ സാധനങ്ങളൊക്കെ നിലത്തൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ കൊണ്ടുവന്ന ആ ഒരു അലമാര ഈ ഒരു റൂമിലാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പം നമ്മൾ ആദ്യം കാണിച്ച റൂമിലേക്ക് തന്നെ മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഡൈനിങ് ഹാളിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു റൂമും കൂടെ ഉണ്ട്. ടോട്ടൽ 3 റൂമുകളാണ് കേട്ടോ ഈ വീട്ടിലുള്ളത്. അപ്പോൾ ഗ്രേ കളർ കർട്ടനൊക്കെ ഇട്ടിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ കട്ടിലും അലമാരയൊക്കെ സെറ്റായിട്ടുള്ള ഇതാണ് ഇവിടെ ഈ ഒരു റൂമിൽ ഇട്ടിട്ടുള്ളത്. ഇത് താത്താൻ്റെ വീട്ടിൽ നിന്ന് അവർ കൊണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടോ. പെട്ടെന്ന് വീഡിയോയിൽ ആളൊഴിഞ്ഞതുപോലെ തോന്നുന്നുണ്ടാവില്ലേ? വേറെ ഒന്നുമല്ല, ഇത് തിങ്കളാഴ്ച ഞാൻ കുറച്ച് ഭാഗം എടുത്ത് വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ശനിയാഴ്ച എടുത്തതിൽ കുറേ ആൾക്കാരായിട്ടൊന്നും തന്നെ ക്ലിയർ ആവുന്നുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ ഡൈനിങ് റൂമിൻ്റെ സൈഡിലായിട്ട് കുറച്ചൊന്ന് ഒതുങ്ങിയിട്ട് ഒരു വാഷ് ബേസിനും അതുപോലെ തന്നെ ടോയ്ലറ്റും ഉണ്ട് കേട്ടോ അതിൻ്റെ അടുത്ത് തന്നെ ആയിട്ട്. അപ്പോൾ കുറച്ച് പ്രൈവറ്റ് ആയിട്ടാണ് കേട്ടോ ഉള്ളത്, സൈഡിലേക്കായിട്ട്. അപ്പോൾ നമ്മൾ നേരെ കയറി ചെല്ലുമ്പോൾ ബാത്റൂമോ വാഷ് ബേസോ ഒന്നും കാണാത്ത രീതിക്കാണ് ഉള്ളത്. അപ്പോൾ ബാത്റൂമിൻ്റെ ടൈലൊക്കെ അടിപൊളി കളർ കോമ്പിനേഷനാണ് കേട്ടോ. വൈറ്റ് ബ്ലൂ ആ ഒരു ടച്ചിലാണ് വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇവിടുന്ന് പോണത് കിച്ചണിലേക്കാണ്. അപ്പോൾ ആ കിച്ചണിലേക്ക് പോകുന്നത് ചെറിയൊരു ടണലിൻ്റെ അടിയിൽ കൂടെ പോകുന്ന ഒരു ഫീലാണ്. മേലെ അടിപൊളി ലൈറ്റൊക്കെ കൊടുത്തിട്ട്. ഇതൊക്കെ ഞാൻ ആൾ ഒഴിഞ്ഞ സമയം എടുത്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ യൂട്യൂബിൽ ഇടാനുള്ളത് കൊണ്ട് തന്നെ ആളുകളുള്ള സമയത്ത് എടുത്താൽ ശരിയാവില്ലല്ലോ. അതായത് കിച്ചണിൻ്റെ ഒരു സൈഡിലായിട്ട് ഗ്യാസൊക്കെ വെക്കാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇൻഡസ്ട്രിയിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. പിന്നെ ചെറിയൊരു സ്റ്റോർ റൂം ഉണ്ട്. പിന്നെ കിച്ചണിൻ്റെ ഒരു ഭാഗത്തായിട്ട് സ്ലാബ് വാർത്തതാണ്. അതുപോലെ തന്നെ അവിടെ സിങ്കും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ അടുപ്പിൻ്റെ ആ ഒരു ഏരിയ ആണ് കേട്ടോ. വൈറ്റ് കളറിലുള്ള ടൈലാണ് വാളിലൊക്കെ ഫുള്ളായിട്ട് ഒട്ടിച്ചിട്ടുള്ളത്. പിന്നെ പുറത്തേക്ക് വർക്ക് ഏരിയ എടുക്കാൻ വേണ്ടിയിട്ട് ഇറക്കിയെടുത്തിട്ടുണ്ട്. അവിടെ ഒരു ബാത്റൂമും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് വീടിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ എനിക്ക് കഴിയുന്നത് പോലെ അറിയുന്നത് പോലെയൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. പിന്നെ തലേ ദിവസത്തെ അടുപ്പ് കത്തിക്കലും ചടങ്ങും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെയുള്ള ഉസ്താദ് തന്നെയാണ് കേട്ടോ അടുപ്പ് കത്തിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അടുപ്പ് കത്തിക്കുന്ന സമയത്ത് മണ്ണെണ്ണ ഒഴിക്കാൻ പാടില്ല എന്നൊക്കെ പറയൂലേ. അപ്പോൾ ഇവർ കുറച്ച് നല്ലെണ്ണയിൽ അങ്ങനെ മുക്കിയിട്ട് കടലാസ് മുക്കിയിട്ട് അങ്ങനെയാണ് കത്തിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് പറയാൻ അറിയില്ല കേട്ടോ. അപ്പോൾ പാല് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പാല് ഒന്ന് തിളച്ച് തൂകി പോകുന്നത് ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു എത്രയോ മണിക്കൂർ ഞാൻ അവിടെ വെയിറ്റ് ചെയ്ത് നിന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പാലിൻ്റെ ഒരു കഥ അങ്ങനെയാണല്ലോ അല്ലേ, നമ്മൾ നോക്കി നിന്നാൽ അത് തിളയ്ക്കൂല. അതിൻ്റെ അടുത്തുനിന്ന് പോയിട്ടുണ്ടെങ്കിൽ എപ്പോഴാണ് അത് തിളച്ച് മറിയുന്നതെന്ന് പറയാനും പറ്റൂല അല്ലേ. അപ്പോൾ ആ ഒരു സീൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. തിള വന്നത് മുതൽ ഞാൻ ഈ ഫോൺ
ഫോണും പിടിച്ച് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. കുറേ സമയം നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സമയം നിന്ന് പാലും വിചാരിച്ച് ഇനിയും എൻ്റെ ക്ഷമ നശിപ്പിക്കണ്ടെന്നുള്ളത് അങ്ങനെ പത പൊങ്ങി അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിലും വലുതാണ് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ സൈഡ് ഭാഗം മാത്രം തിളച്ച് തൂകിപ്പോകുന്നത് എനിക്ക് കിട്ടി. ഞാൻ സമാധാനത്തോടെ സംതൃപ്തി അടഞ്ഞിട്ടുണ്ട്. അങ്ങനെ ബേക്ക് വശത്ത് രാത്രിക്കലേക്കുള്ള ഫുഡിൻ്റെ പരിപാടിയൊക്കെയാണ്. രാത്രി നമ്മൾ നെയ്ച്ചോറും ചിക്കൻ്റെ പാർട്സൊക്കെ ആയിരുന്നു കേട്ടോ. പാർട്സും കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ടുള്ളൊരു കറി അടിപൊളിയായിരുന്നു. പിന്നെ ഇപ്പോൾ തലേ ദിവസം കിട്ടിയ ഗിഫ്റ്റൊക്കെ നമ്മളങ്ങ് പൊട്ടിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ ആദ്യമായിട്ടാണല്ലോ മാറി താമസിക്കുന്നത്. അപ്പോൾ എല്ലാ സാധനങ്ങളും പുതിയതാണ്. അപ്പോൾ മിക്സീൻ്റെ ആവശ്യം വന്നപ്പോൾ മിക്സി എടുക്കേണ്ടി വന്നു. എല്ലാം ഒന്നിച്ച് പൊട്ടിക്കണം എന്ന് വിചാരിച്ചെങ്കിലും നടന്നില്ല. അപ്പോൾ ഇത് തൊട്ടടുത്ത ചേച്ചി കൊടുത്തതാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ വലിച്ച് പറിച്ചെടുത്ത് ആവശ്യങ്ങൾ നടത്തിയിട്ടുണ്ട്. പിന്നെ അത് പൊളിച്ചപ്പോൾ ഞങ്ങൾക്ക് ഒരു ക്യൂരിയോസിറ്റി കിട്ടിയതൊക്കെ ഒന്ന് പൊട്ടിച്ച് നോക്കിയാലോ എന്നുള്ളത്. ആദ്യം ഒരാൾ സമാധാനത്തോടെ വലിച്ച് പറിക്കാനിരുന്നെങ്കിലും പിന്നെ പെട്ടെന്ന് കൈകളുടെ എണ്ണൊക്കെ അങ്ങോട്ട് കൂടി വലിച്ചങ്ങോട്ട് പറിക്കലായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ആ ഒരു ഗിഫ്റ്റ്. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട് അല്ലേ. അങ്ങനെ രാത്രിക്കത്തെ പരിപാടികളൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. എല്ലാവരും വന്നവരൊക്കെ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ രാത്രി 11:30 ആയിട്ടുണ്ട് ഈ ഒരു സമയത്ത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ചെറുതായിട്ട് പാട്ടൊക്കെ വെച്ച് കൊടുത്ത് അങ്ങനെ ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഉമ്മച്ചി ഒരു ഗ്ലാസ് കട്ടൻ ചായയൊക്കെ കൊണ്ടു തന്നിട്ടുണ്ട്. ഇത് പിന്നെ പിറ്റേ ദിവസം ലാസ്റ്റ് ട്രിപ്പ് ഫുഡ് കഴിക്കുന്നതാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അതുവരെ ഫുള്ള് തിരക്കായിരുന്നു. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ചിക്കൻ ബിരിയാണിയും അതുപോലെ തന്നെ ചെറുതായിട്ട് ചെറിയ കറികളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ചെറിയൊരു സദ്യയും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ പകല് പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് രാത്രി എല്ലാം കഴിഞ്ഞുള്ളൊരു പണിയാണല്ലോ അല്ലേ ഇത്, ഗിഫ്റ്റ് പൊട്ടിക്കുക എന്നുള്ളത്. അതാണ് ഏറ്റവും വലിയൊരു പണി. അത് കാണാനുള്ള ഒരു ആകാംക്ഷ എന്ന് പറയുന്നത് അത് വലുതായിരിക്കും അല്ലേ. അപ്പോൾ എല്ലാവരും കൂടെ റൂമിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഭാഗം മാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളൂ വീഡിയോ. കുറച്ച് കൂടുതൽ തന്നെ ഗിഫ്റ്റൊക്കെ പൊട്ടിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അത് ഫുള്ളായിട്ട് നമ്മൾ ഫോണിൽ എടുക്കാൻ പറ്റാത്ത ഒരു ഇതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ എടുത്തു വെച്ചിട്ടുള്ളൂ. അപ്പോൾ രാത്രി കുറേ സമയം ആയിട്ടുണ്ട് കേട്ടോ. ഒരു മണിയൊക്കെ 12:30 1 മണിയൊക്കെ ആയിട്ടുണ്ട് ഈ ഒരു സമയത്ത്. പിന്നെ തിങ്കളാഴ്ച വൈകുന്നേരമാണ് ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ വീട് കൂടലിൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട ആ വീഡിയോക്ക് ലൈക്ക് ചെയ്യണം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. ഇപ്പോൾ ഓരോ പരിപാടികളായിട്ട് നമ്മൾ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് നല്ല ഗ്യാപ്പ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ വ്യൂവും കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മാക്സിമം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ഇറ്റ്സ് മീ അർഷിത. ബൈ, ടേക്ക് കെയർ. താങ്ക്സ് ഫോർ വാച്ചിങ്.